ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വെക്കേഷൻ വ്ലോഗാണ്. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്തെ ചെറിയ ചെറിയ യാത്രകളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വ്ലോഗാണ്. കുറേയൊക്കെ ഞാൻ മിനി വ്ലോഗായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ഉള്ള ഒരു ചെറിയ വ്ലോഗാണ്, ഒരു വെക്കേഷൻ വ്ലോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. എപ്പോഴും ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഫ്ലൈറ്റൊക്കെ ഞങ്ങൾ നോക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ട്രെയിൻ ബുക്ക് ചെയ്തിടും, അങ്ങനെയാണ്. അപ്പം ഇവിടുന്ന് KR പുരത്തു നിന്നാണ് ട്രെയിന്. ഒരു 8:30 8:45 ആകുമ്പോഴത്തേനും വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് എടുത്തില്ല. ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കുറച്ച് നേരത്തെ ഉള്ള ട്രെയിൻ വല്ലതും ആണെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നു. AC ആണ് ബുക്ക് ചെയ്തിരുന്നത്. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിലും ട്രെയിൻ യാത്രയൊക്കെ എപ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് വലിയ സുഖമൊന്നും തോന്നാറില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കിടന്നു. കാരണം 9 മണിയായി. അപ്പോൾ എനിക്ക് സൈഡ് അപ്പുറവും ശ്രീഹരിക്ക് അപ്പുറവും ഒക്കെ ആയിരുന്നു. അപ്പം രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേനും നമ്മൾ ഇരിഞ്ഞാലക്കുട എത്തും. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ അടുക്കാറായി. അപ്പം ഞാൻ ചുമ്മാ എണീറ്റ് നോക്കിയതാണ്. താഴെ സൈഡ് അപ്പുറമായതുകൊണ്ട് താഴെ വന്ന് കുറച്ച് നേരമൊക്കെ വെളുക്കുമ്പം താഴെ വന്നിരിക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാനങ്ങനെ താഴെ വന്നിരുന്നു. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരെ 6 മണിയൊക്കെ കഴിഞ്ഞു. 6:15 6:30 ആയി. സൂര്യനൊക്കെ ഉദിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓവർ ബ്രിഡ്ജിൽ കൂടെ കയറത്തില്ല, കാരണം പെട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം വേറൊരു ട്രെയിൻ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുട എത്തി. നാട്ടിലെത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അമ്പലത്തിലൊക്കെ പോയി. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി. ഡോക്ടറൊക്കെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഉച്ച കഴിഞ്ഞാണ്. ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ പുറത്തേക്കൊക്കെ പോയി കുറച്ച് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു, ഡോക്ടറെയൊക്കെ കണ്ടിട്ട്. അല്ലാതെ പ്രത്യേകിച്ച് എവിടെ ഒന്നും ഇറങ്ങിയില്ല. കാരണം ഞങ്ങൾ കാർ എടുക്കുന്നത് ഇവിടെ വരുമ്പോഴേ, ഞങ്ങൾ കാർ കൊണ്ടുപോയിട്ടില്ല. അപ്പം നാട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ കാർ എടുക്കുന്നത്. ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഞങ്ങളത് കൊണ്ടുപോയിട്ടില്ല, 2 വീലർ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ചുമ്മാ വണ്ടിയൊക്കെ എടുത്ത് ഒന്ന് കറങ്ങി. എന്നിട്ട് വൈകുന്നേരം ആയപ്പം അമ്പലത്തിൽ ഉത്സവം നടക്കുമായിരുന്നു. അപ്പം ഉത്സവത്തിന് വേണ്ടിയിട്ട് അന്ന് വൈകുന്നേരം പള്ളിവേട്ടയായിരുന്നു. അപ്പം വൈകുന്നേരം ഞങ്ങൾ പിന്നെ ഒരു 7:30 ആയപ്പോൾ അവിടെ പരിപാടിയൊക്കെ നടക്കുന്നത് കണ്ടുകൊണ്ടൊന്ന് പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു. കടയിലൊക്കെ നോക്കി. പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പിള്ളേരുടെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. കാരണം പള്ളിവേട്ട രാത്രിയിലല്ലേ ഉള്ളൂ. അപ്പം അത് കാണാൻ രാത്രി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ കണ്ട് അവിടെ നിന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം ഞങ്ങൾ പള്ളിവേട്ട കാണാൻ പോയി. ശ്രീഹരി ഷർട്ടും മുണ്ടും ഒക്കെ മാറി മിടുക്കനായിട്ട് പോയി. ഞാൻ സെയിം ഡ്രസ്സ് തന്നെ എടുത്തിട്ടു. അത് കഴിഞ്ഞ് ശ്രീഹരിക്ക് ജീൻസ് ഇടണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അതെല്ലാം കണ്ടു. കുറേ നേരം പിടിക്കട്ടില്ല തിരിച്ചു വരാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് രാത്രി 12 മണിയൊക്കെ ആയപ്പം തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസം ആറാട്ടിൻ്റെയൊക്കെ ദിവസമാണ്. അപ്പോൾ പാറയൊക്കെ ഇടണമായിരുന്നു. അപ്പോൾ ആറാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് തിരക്കായിരുന്നു പറയൊക്കെ ഇടാൻ. അപ്പം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഞ്ഞിയും കുടിച്ചിട്ടായിരുന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു.
അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആറാട്ട് കഞ്ഞി എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിയും മാമ്പഴക്കൂട്ടാനും പിന്നെ ഒരു പുഴുക്കും പിന്നെ ഒരു അച്ചാറ് പോലത്തെ അച്ചാറും പപ്പടവും ഇത്രയേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ആന ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുന്നത് കണ്ടു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു. എന്നിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുമ്മാ അതല്ല, ശ്രീഹരിക്ക് ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ശ്രീഹരിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇവിടെ വന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം, പിന്നെ കുറച്ച് കഴിക്കുന്ന ഐറ്റംസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം ഇരിഞ്ഞാലക്കുട ഉള്ള ഒരു കടയിൽ ഇത് നല്ല കടയാണ്, അത്യാവശ്യം നല്ല കടയാണ്. കാരണം ഇതിന് പാർക്ക് ചെയ്യാൻ വലിയ തിരക്കും ഇല്ല, പാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അല്ലാതെ വേറെ ഒരിടത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇവിടെ വരുമ്പോൾ ആ ഒരു കടയിലാണ് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ എപ്പോഴും സമോസയും അങ്ങനെയുള്ള ബജ്ജി അങ്ങനെയുള്ള സ്നാക്സ് അല്ലേ കിട്ടത്തുള്ളൂ. അപ്പം എനിക്ക് ഈ പഴംപൊരി കൊഴുക്കട്ട അങ്ങനെയുള്ള സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് ബേക്കറി കയറി കുറച്ച് സ്നാക്സും വാങ്ങിച്ചു. എന്നിട്ട് ഇത് അടുത്ത ദിവസം ഞങ്ങൾ ഒന്ന് തിരുവനന്തപുരം വരെ പോവാണ്. അപ്പം മാന്നാർ കയറുന്നില്ല, എൻ്റെ വീട്ടിൽ കയറാതെ സ്ട്രെയിറ്റ് ആണ് പോകുന്നത് തിരുവനന്തപുരം ഇപ്രാവശ്യം. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ശ്രീഹരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്കാണെങ്കിൽ വണ്ടി കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാനും കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാവും, എനിക്ക് വോമിറ്റ് ചെയ്യാനൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനെ ഓടിച്ച് കുറച്ച് നേരം ആ ഒരു കാറിലിരുന്ന് ആ ഒരു യാത്രയുടെ ആ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം എത്തി. ആലു അടുക്കാറായപ്പോഴത്തേന് ഒരു ശരവണ ഭവൻ ഉണ്ടായിരുന്നു, അവിടെ കയറി മസാല ദോശയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ ആലപ്പുഴയൊക്കെ കഴിഞ്ഞപ്പം വീണ്ടും ഫുഡ് കഴിക്കാൻ കയറി. ഏവീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ ഉച്ച ആകാറായിട്ടേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് കഴിച്ചത്. ഒരു 11:30 സമയമൊക്കെ ആയിട്ടുള്ളായിരുന്നു. പിന്നെ ഒരു ചായയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ച് കൊട്ടാരക്കര എത്തിയപ്പോഴത്തേനും ഞങ്ങൾ ചെങ്ങന്നൂർ വഴിയൊക്കെയാണ് വന്നത്. അപ്പോൾ കൊട്ടാരക്കര എത്തി വീണ്ടും ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കയറി. അങ്ങനെ അവസാനം ഞങ്ങൾ തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഇരിഞ്ഞാലക്കുടയ്ക്ക് തിരിച്ചു പോകുന്നതാണ്. തിരിച്ചു പോകുമ്പോഴും ഇതുപോലെ ഞാൻ രാവിലെ കഴിക്കാതാണ് ഇറങ്ങിയത്. അപ്പം വഴി കുറച്ചങ്ങോട്ട് വന്നപ്പോഴത്തേനും വഴിയോരക്കട എന്ന് പറഞ്ഞാൽ അവിടെ കയറി ഞങ്ങൾ ചായ മാത്രം കുടിച്ചു. തിരിച്ചിങ്ങോട്ട് വന്നപ്പം ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ഫുള്ളല്ല, ഞാൻ ഏകദേശം കുറച്ച് ദൂരം, ഒരു പകുതി ദൂരമൊക്കെ ഡ്രൈവ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ മാന്നാത്ത് എൻ്റെ വീട്ടിൽ കയറണമായിരുന്നു. അവിടെ കയറിയാണ് ചോറുണ്ടത്. ഞാൻ ഇപ്രാവശ്യത്തെ യാത്രയിൽ എനിക്ക് അധികം അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അപ്പവും ബീഫും ഒക്കെ കഴിച്ചു. കാരണം ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഈ അപ്പവും ബീഫ് കഴിക്കാറുള്ളൂ, ബാംഗ്ലൂർ വെച്ച് കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും എറണാകുളമൊക്കെ എത്തി. അപ്പം എറണാകുളത്ത് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എടപ്പള്ളി ഭാഗത്തൊക്കെ ഭയങ്കര നല്ല ബ്ലോക്കായിരുന്നു. ഇതൊരു സൺഡേ ആയിരുന്നു, അപ്പോൾ ലുലുവിൻ്റെ മുന്നിലത്തെ ബ്ലോക്കായിരുന്നു കൂടുതലും. അങ്ങനെ ആ ബ്ലോക്കിലൊക്കെ കിടന്ന് അവസാനം ഒരു പരുവായി. അവിടെ കുറേ നേരം 1/4 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ തന്നെ ആയിരുന്നു. എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഒരു പരുവായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്കമാലിയൊക്കെ ആകാറായപ്പം ഇന്ത്യൻ കോഫീസിൽ കയറി ചായയും കട്ട്ലറ്റും കുടിച്ചു. കട്ട്ലറ്റ് ഒരു വഹയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ സന്ധ്യയൊക്കെ ആകാറായപ്പം സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇരിഞ്ഞാലക്കുട എത്തി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ ട്രിപ്പ്. തിരുവനന്തപുരം വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു.
അതെല്ലാം കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു പോകേണ്ട സമയമായി. അപ്പം ഞാൻ ഇടയ്ക്കലത്തെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്കിങ്ങനെ എടുക്കാനുള്ള ഒരു മൂഡൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് പച്ചക്കറിയും കുറച്ച് കാര്യങ്ങളൊക്കെ, മാമ്പഴവും, ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതെല്ലാം വാങ്ങി, കൂർക്കയൊക്കെ വാങ്ങി, എന്നിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ ഒരു പിറ്റേ ദിവസം, ഇതിപ്പോൾ ഏകദേശം ഒരു 8-10 ദിവസം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനത്തെ യാത്രകളും കാര്യങ്ങളും എല്ലാം. അല്ലാത്ത ഒരു കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു വെക്കേഷൻ മോഡാകുമ്പോഴത്തേനും നമുക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ തോന്നത്തില്ലല്ലോ, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ നമ്മളെപ്പോഴും അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു രീതിയാണ് ബാംഗ്ലൂരാകുമ്പം. അങ്ങനെ ഞങ്ങൾ രാത്രിയിലായിരുന്നു ട്രെയിൻ. അതുപോലെ അത് കഴിഞ്ഞ് ഒരു വെളുപ്പാങ്കാലമൊക്കെ ഒരു 5-5:30 ആയപ്പോൾ എത്തി. ട്രെയിൻ യാത്രയൊക്കെ വളരെ മോശമായിരുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ മിനി വ്ലോഗിൽ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒട്ടും വൃത്തിയില്ലാത്ത ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ട്രെയിനിന്. AC ആയിരുന്നതിനും ഒരു സുഖമില്ലാത്ത യാത്രയായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഒന്നാമത് തിരക്കാണ് ബാംഗ്ലൂർ. ഞങ്ങൾ കാറൊന്നും കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ അവസാനം ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങളൊരു 6 മണി 6:15 ആയപ്പം ഒരു തരത്തിൽ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയ വെക്കേഷൻ ഞങ്ങളുടെ. അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.